Praise the Lord. Praise the Lord. Hallelujah. 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 നാം ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ദിവ്യകാരുടെ നാഥൻ ഷാലോം ടി വിയിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും നമ്മെ അനുഗ്രഹിക്കാൻ പോവുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ്. നമുക്ക് ഈ സമയങ്ങളിൽ കുറച്ച് സമയം ഷാലോം ടി വിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഷാലോം ടി വിയെ പ്രതി കർത്താവിന് നന്ദി പറയാം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യ എന്ന രാജ്യത്ത് നിന്ന് അവിടെ മദീന എന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് സഹോദരി ഇപ്രകാരം എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഷാലോം ടി വി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഭക്ഷണം പോലെയല്ല, കുടിവെള്ളം പോലെയല്ല, ഞങ്ങൾക്കവിടെ ഷാലോം ടി വി പ്രാണവായു പോലെ പ്രധാനപ്പെട്ടതാണ്. പ്രാണവായു പോലെ അവർ കൂട്ടിച്ചേർത്തു. ഞങ്ങളിന്ന് ജീവിച്ചിരിക്കുന്നത് പോലും ഞങ്ങൾക്കുള്ള എല്ലാ ആത്മീയ ഭോജനം നൽകുന്നത് ഷാലോം ടി വിയിലൂടെയാണ്. ഇതിലെ കുർബാനയും പ്രാർത്ഥനയുമാണ് ഞങ്ങൾക്ക് നിലനിൽപ്പിന് കാരണമായി മാറിയത്. അത്രമാത്രം ഞങ്ങൾക്കിത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ആ സഹോദരി പറയുക. പ്രിയമുള്ളവരെ, നമുക്കറിയാം, കടന്നുപോയ വിശുദ്ധ വാരത്തിൽ നാമെല്ലാം ഷാലോം ടി വിയിലൂടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. വിശുദ്ധ വാരത്തിൻ്റെ ആഘോഷങ്ങളിലെല്ലാം പങ്കെടുത്തു. ദേവാലയങ്ങൾ പൂട്ടിയപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനത്തിലേക്ക് ഷാലോം ടി വിയിലൂടെ കർത്താവ് ഇറങ്ങി വന്നു. ഷാലോം ടി വിയിലൂടെ നമ്മുടെ ഭവനങ്ങളിൽ ദിവ്യബലികൾ അർപ്പിക്കപ്പെട്ടു, ആരാധനകൾ അർപ്പിക്കപ്പെട്ടു. 15 വർഷങ്ങൾക്ക് മുമ്പ് ഷാലോം ടി വി ആരംഭിക്കുമ്പോൾ അന്ന് കുർബാനകൾ കിടപ്പ് രോഗികൾക്കും ദേവാലയത്തിൽ പോകാൻ സാധിക്കാത്തവർക്കും ദേവാലയം അടുത്തില്ലാത്തവർക്കുമൊക്കെ ആയിരുന്നു അന്നത്തെ ദിവ്യബലി. പക്ഷേ ഇന്ന് വിശുദ്ധ ബലിയൊക്കെ നമുക്കെല്ലാവർക്കും വലിയ അനുഗ്രഹമായി മാറി. പ്രിയമുള്ളവരെ, കാരണം ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇതിനെ നയിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഏഷ്യ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ സുവിശേഷ ചാനലാണ് ഷാലോം ടി വി. ദൈവത്തിൻ്റെ സ്വന്തം ചാനൽ. കർത്താവ് പറഞ്ഞത് പ്രകാരം ആരംഭിച്ച ദൈവത്തിൻ്റെ ശുശ്രൂഷ ഈ കാലഘട്ടങ്ങളിൽ വലിയ അനുഗ്രഹമാക്കി ദൈവം ഉയർത്തി. നമുക്കും ജനലക്ഷങ്ങൾക്കെല്ലാം വലിയ അനുഗ്രഹമായി ദൈവം മാറ്റി. ഈ നാളുകളിൽ നമുക്കുള്ള എല്ലാവിധ ആത്മീയ ഭോജനവും ഈശോ നൽകിയത് ഷാലോം ടി വിയിലൂടെയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ, ഷാലോം ടി വിയുടെ മുമ്പിലിരിക്കുന്ന നിങ്ങളിൽ പലരും ഷാലോം ടി വിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും സാമ്പത്തികമായി സഹായിക്കുന്നവരൊക്കെയാണ്. നിങ്ങളെയൊക്കെ ഓർത്ത് നന്ദി പറയുകയും ദൈവത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നു. നിങ്ങളുടെ പങ്കുവയ്ക്കലും നിങ്ങളുടെ പ്രാർത്ഥനയുമൊക്കെ ഈ നാളുകളിൽ ലോകത്തിന് വലിയ അനുഗ്രഹമായി മാറി. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ഷാലോം ടി വിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന് പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ വ്യക്തികളെയും നമുക്ക് ഓർത്തുനിന്ന് പ്രാർത്ഥിക്കാം. അവിടെ ശുശ്രൂഷ ചെയ്ത അനേകരുണ്ട്. അവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇതിനെ സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട്, പ്രാർത്ഥനയിലൂടെ സഹായിക്കുന്നവരുണ്ട്. അവരെല്ലാം ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈ കാലഘട്ടങ്ങളിൽ ലോകത്തിന് അനുഗ്രഹമായി കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും വിദൂരങ്ങളിലൊക്കെ ആയിരിക്കുന്ന ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി കർത്താവ് ഈ ശുശ്രൂഷയെ തൻ്റെ ചാനലിനെ ഉയർത്തി അനുഗ്രഹിച്ചു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇതിന് പിന്നിലുള്ളത് കർത്താവിൻ്റെ കരങ്ങളാണ്. കർത്താവിൻ്റെ കരങ്ങൾ. ആ ദൈവത്തെ നമുക്കൊരു നിമിഷം സ്തുതിക്കാം. ആ ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. ഷാലോം ടി വി നമുക്കായി നൽകിയ ദൈവത്തിൻ്റെ പദ്ധതിയെ പ്രതി, ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ പ്രതി കർത്താവിനെ ആരാധിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവേ സ്തോത്രം, ദൈവമേ ആരാധന. ഹാലലൂയ, 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 ഹാലലൂയ. കർത്താവേ മഹത്വം, ദൈവമേ ആരാധന, ആരാധന, ആരാധന. കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹാലലൂയ, 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 ഹാലലൂയ. കർത്താവേ സ്തോത്രം, ദൈവമേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹാലലൂയ, 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 ഹാലലൂയ. ദൈവം നമ്മെ നിർത്തിയതാ, എല്ലാം തന്നത് കർത്താവാണ്. ദൈവമെല്ലാം തന്നതല്ലേ, നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടി
പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ശാലോമിനെ നമുക്ക് ശാലോം ടി വിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വലതുകരം ടി വിയുടെ നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അനുഗ്രഹിക്കാം. ശാലോം ടി വിയുടെ ലക്ഷ്യം ലോകത്തിൻ്റെ അതിർത്തികളിൽ വരെയും സുവിശേഷം പ്രഘോഷിക്കുക, കർത്താവിൻ്റെ മൗതിക ശരീരമായ തിരുസഭയെ ബലപ്പെടുത്തുക. അനുഗ്രഹിക്കാൻ കർത്താവ് അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ശാലോം ടി വിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ അധ്വാനിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ശാലോമിൻ്റെ നേതൃത്വത്തെയും എല്ലാം ഞങ്ങൾ അവിടുത്തെ പരിശുദ്ധ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥനയിലൂടെ സഹായിക്കുന്നവരെ, പങ്കുവെക്കലിലൂടെ സഹായിക്കുന്നവരെ, എല്ലാ രീതിയിലും കർത്താവെ ശാലോമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും, എല്ലാ SPF അംഗങ്ങളെയും അവിടുത്തെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വാഗ്ദാന പ്രകാരം സ്വർഗം തുറന്ന് അവിടുന്ന് വീണ്ടും ശാലോമിനെയും എല്ലാ പ്രവർത്തകരെയും അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിന് ശക്തി പ്രകടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിന് ശാലോം TV ലോകത്തിന് അനുഗ്രഹമായി മാറട്ടെ, തിരുസഭയ്ക്ക് അനുഗ്രഹമായി മാറട്ടെ, ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കണമേ രക്ഷകനീശോയേ, പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കണമേ രക്ഷകനീശോയേ, വീണ്ടും അനുഗ്രഹിക്കണമേ രക്ഷകനീശോയേ, അനുഗ്രഹിക്കണമേ രക്ഷകനീശോയേ. പ്രൈസ് ദി ലോർഡ്. ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാനായി നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം. വലിയ ആദരവോടെ ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ ഭവനങ്ങളിലേക്ക് സ്വീകരിക്കാം. കർത്താവെ, അങ്ങയെ സ്വീകരിക്കാനുള്ള യോഗ്യത എനിക്കില്ല, എങ്കിലും കർത്താവെ എളിമയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ യോഗ്യത നോക്കാതെ അവിടെ നിന്ന് എൻ്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വരണമേ, എൻ്റെ കുടുംബത്തിലേക്ക് എഴുന്നള്ളി വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നെ അനുഗ്രഹിക്കാനും, എൻ്റെ കണ്ണുനീർ തുടയ്ക്കാനും, എൻ്റെ അലച്ചിൽ കാണാനും, എൻ്റെ വിലാപം കാണാനും, എൻ്റെ നാഥ, എൻ്റെ യേശുവേ, അങ്ങ് എൻ്റെ ഭവനത്തിലേക്ക് വരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഒന്ന് തുറന്നു പിടിക്കാം ഈശോയുടെ മുമ്പിലേക്ക്. ഈ കരങ്ങളിൽ എല്ലാ പ്രാർത്ഥനകളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോ കാണട്ടെ നിന്റെ പ്രാർത്ഥന, ഈശോ മനസ്സിലാക്കട്ടെ നിന്റെ അവസ്ഥ, ഈശോ അറിയട്ടെ നിന്റെ വേദന. രണ്ട് കരങ്ങൾ തുറന്നു പിടിച്ച് സ്തുതിച്ച് അവനെ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah. ദൈവ കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. ശിരസ്സ് നമിച്ച് ഹല്ലേലൂയ,
കരങ്ങൾ ഉയർത്തി ആരാധിക്കുന്നു 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 ആരാധിക്കാം. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കാം ഈശോയെ. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു. കണ്ണുകൾ തുറന്ന് ഈശോയെ നോക്കിക്കൊണ്ട്, ഈശോയെ കണ്ടുകൊണ്ട്, നമ്മുടെ ദൈവത്തെ കണ്ടുകൊണ്ട്, ആൽഫയും ഒമേഗയുമായവനെ കണ്ടുകൊണ്ട് വീണ്ടും നമുക്ക് പാടി ആരാധിക്കാം. അനുഗ്രഹിക്കാൻ കടന്നു വന്ന ഈശോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യവനേ യേശുരാജനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ പാപമോചകനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധിതനായവനേ യേശുരാജനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ പാപമോചകനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു. ആമേൻ ആമേൻ യേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്രാ ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്രാ ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു. യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ താണു വണങ്ങി കുമ്പിട്ട് ആരാധിക്കാം. പരിശുദ്ധ പരമദിവികാണീശോയ്ക്ക് പരിശുദ്ധ പരമദിവികാണീശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവികാണീശോയ്ക്ക്
കണ്ണുകൾ തുറന്ന് നമുക്ക് നമ്മുടെ ദൈവത്തെ കാണാം. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടൊപ്പം. നമ്മുടെ ദൈവം ആൽഫയും ഒമേഗയുമായ കർത്താവ്, അവൻ അന്ത്യവുമാണ്. നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ നമ്മുടെ ദൈവം ഇതാ നമ്മോടൊപ്പം വസിക്കുന്നു. നമ്മുടെ ദൈവം നമ്മോട് കൂടെ. എൻ്റെ ദൈവം എൻ്റെ ഭവനത്തിൽ, എൻ്റെ ദൈവം എൻ്റെ അടുത്ത്, എനിക്ക് കൈകൊണ്ട് തൊടത്തക്ക രീതിയിൽ എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഞാൻ വിളിക്കുമ്പോൾ വിളി കേൾക്കത്തക്ക രീതിയിൽ എൻ്റെ ദൈവം എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആ ദൈവത്തെ നമുക്കെല്ലാം മറന്ന് ആരാധിക്കാം. ആ കർത്താവിനെല്ലാം മറന്ന് നമുക്ക് സ്തുതിക്കാം. എൻ്റെ ദൈവം അവൻ സർവാധിപത്യമുള്ള ദൈവമാണ്. അവൻ സർവാധിപത്യമുള്ള ദൈവം. എൻ്റെ ദൈവം രാജാക്കന്മാരുടെ രാജാവ്, പ്രഭുക്കന്മാരുടെ പ്രഭു, സർവാധിപത്യമുള്ള ദൈവം യേശു ക്രിസ്തു, പിതാവിൻ്റെ ഏകപുത്രൻ. അടങ്ങുക, ശാന്തമാകുക അവൻ കൽപ്പിച്ചു. കാറ്റ് ശമിച്ചു, കടൽ ശാന്തമായി. അവൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ ലോകം നിശ്ചലമാകും, സൃഷ്ടപ്രപഞ്ചങ്ങൾ നിശ്ചലമാകും. കരുത്തുള്ള സർവശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം ഇതാ നമ്മുടെ കുടുംബത്തിൽ. രണ്ട് കരങ്ങളും യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. എല്ലാം മറന്ന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ യേശുവിനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ നന്ദി. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാജാവും കർത്താദി കർത്താവും ദേവാദി ദേവനും അവൻ മാത്രമേ. രാജാദി രാജാവും കർത്താദി കർത്താവും ദേവാദി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദിം അന്ത്യം. അവൻ ആൽഫ ഒമേഗ, അവൻ ആദിം അന്ത്യം. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. ഇസ്രായേലിൻ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദിം അന്ത്യം. അവൻ ആൽഫ ഒമേഗ, അവൻ ആദിം അന്ത്യം. നമ്മുടെ ദൈവത്തെ പോലെ മറ്റാരുമില്ല. ഇസ്രായേലിന്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിനെ പോലെ മറ്റൊരു ദൈവമില്ല. നമ്മുടെ യേശുവിനെ പോലെ മറ്റൊരു ദൈവമില്ല. ആ ദൈവത്തെയാണ് നാം ആരാധിക്കുക. അവൻ നിന്നെ അനുഗ്രഹിക്കാൻ, അവൻ നിന്നെ സഹായിക്കാൻ വിഹായുസിലൂടെ മഹത്വപൂർണനായി മേഘങ്ങളിൽ സഞ്ചരിക്കുന്നു. അവൻ നിന്നെ സഹായിക്കാൻ
നിന്റെ പ്രാർത്ഥന കേൾക്കാൻ വിഹായിസിലൂടെ മഹത്വപൂർണനായി മേഘങ്ങളിൽ സഞ്ചരിച്ച് നിന്നെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാധുര്യമാക്കാൻ കഴിവുള്ള പാറയെ പിളർന്നു ദാഹം പൂക്കും. ചിന്താകുലങ്ങളില്ലാതെ ചന്തമായെന്നും നടത്തും. ചിന്താകുലങ്ങളില്ലാതെ ചന്തമായെന്നും നടത്തും. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദിം അന്ത്യം. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദിം അന്ത്യം. യെശൂരുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. ഇസ്രായേലിൻ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദിം അന്ത്യം. 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 അവൻ ആൽഫാ ഒമേഗ, അവൻ ആദിം. കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു മണിക്കൂറുകളോളം അല്ല ദിവസങ്ങളോളം സുവിശേഷം പ്രസംഗിച്ച് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ക്ഷീണിച്ച് മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. നമുക്കറിയാം 5 അപ്പം 5000 പേർക്ക് കൊടുത്തു. അതിനു മുമ്പേ മണിക്കൂറുകളോളം അവിടെ പ്രസംഗിച്ചു. ക്ഷീണിച്ച കർത്താവ് അപ്പം വിതരണമെല്ലാം കഴിഞ്ഞതിന് ശേഷം, അത്ഭുതം ചെയ്തതിന് ശേഷം മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, വഞ്ചിയിൽ മറുകരയ്ക്ക് പൊക്കൂ. ശിഷ്യന്മാർ സായാഹ്നമായപ്പോൾ വഞ്ചിയിൽ മറുകരയ്ക്ക് പോയി. അവരുടെ വഞ്ചി നടുക്കടലിലെത്തി. അപ്പോഴാണ് സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് മാറി. അത്രയും നേരം അനുകൂലമായിരുന്ന സാഹചര്യം, നല്ല വെളിച്ചമുള്ള കാലാവസ്ഥ, പ്രശാന്തതയുള്ള അന്തരീക്ഷം, അതെല്ലാം കലങ്ങുകയാണ്. പ്രതികൂലമായ സാഹചര്യം, മഴ പെയ്യാൻ നോക്കുന്നു, കൊടുങ്കാറ്റടിക്കാൻ നോക്കുന്നു, കടൽ പ്രക്ഷുബ്ധമാകാൻ നോക്കുന്നു, മാലകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു, വഞ്ചി ഒലയുന്നു, ശിഷ്യന്മാരുടെ മനസ്സ് കലങ്ങുന്നു, കണ്ണുകളിൽ ഭയം. വഞ്ചി മുങ്ങിപ്പോകുമ്പോൾ അവർ തുഴഞ്ഞു തളർന്നു ക്ഷീണിച്ചു. മുമ്പോട്ട് തുഴയാൻ ശക്തിയില്ല, വിഷമിക്കുകയാ, അസ്വസ്ഥപ്പെടുകയാ. ഒരു പക്ഷേ വഞ്ചി ഈ നടുക്കടലിൽ മുങ്ങിപ്പോയേക്കാം. മുങ്ങിയാൽ ആര് സഹായിക്കും? ആര് രക്ഷിക്കും? എങ്ങോട്ട് നീന്തും? നടുക്കടലാണ്, സഹായിക്കാൻ ആരുമില്ല. അവർക്കറിയാം അതൊരു യാഥാർത്ഥ്യമാണെന്ന്. അപ്പോൾ മലമുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവ് ഈ അവസ്ഥ കാണുകയാണ്. യേശു ഇന്നും അങ്ങനെ തന്നെയാ. അവൻ മറ്റൊന്നും ചിന്തിച്ചില്ല. ആ മലമുകളിൽ നിന്ന് അവൻ താഴ്വാരത്തിലേക്ക് ഓടി. ആ വന്ന അതേ വേഗത്തിൽ തന്നെ അവൻ കടലിൻ്റെ മുകളിലൂടെ ഓടുകയാണ് ശിഷ്യന്മാരുടെ അടുത്തേക്ക്. അവൻ ഓടിച്ചെന്ന് അവൻ വഞ്ചിയിൽ കയറി. പെട്ടെന്ന് കാറ്റ് ശാന്തമായി, കടൽ ശാന്തമായി, അന്തരീക്ഷം മാറി,
പ്രതികൂല സാഹചര്യങ്ങൾ അങ്ങോട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മുടെ വഞ്ചിയിൽ കയറുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ കയറുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കയറുമ്പോൾ, പ്രിയമുള്ളവരെ, സാഹചര്യങ്ങൾ മാറും, കലങ്ങിയ അന്തരീക്ഷങ്ങൾ മാറും, ഇരുട്ട് നിറഞ്ഞ അന്തരീക്ഷം മാറും. കാരണം അവൻ ലോകത്തിന്റെ പ്രകാശമാണ്. പ്രകാശം കടന്നു വരുന്ന കുടുംബങ്ങളിൽ വെളിച്ചമുണ്ടാകും, പ്രകാശമുണ്ടാകും, ഇരുട്ട് മാറും. പ്രിയമുള്ളവരെ, ശിഷ്യന്മാർക്കറിയാം നടുക്കടലാണ്, ആര് സഹായിക്കും? പക്ഷേ അവനെ സഹായിക്കാൻ അവിടെ ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് യേശു. ആ യേശു ഇന്നും ജീവിക്കുന്നു. സാഹചര്യങ്ങൾ പ്രതികൂലമാണ്, കാലാവസ്ഥകൾ പ്രതികൂലമാണ്, അന്തരീക്ഷം കൂരിരുട്ടാണ്, എവിടെയും പ്രകാശമില്ല. പക്ഷേ ലോകത്തിന് പ്രകാശമായ ക്രിസ്തുവിന്റെ പ്രകാശം അസ്തമിച്ചിട്ടില്ല. അവൻ ആൽഫയും ഒമേഗയുമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ മലമുകളിൽ നിന്ന് ഓടി വന്ന് കടലിലൂടെ വഞ്ചിയിലേക്ക് പ്രവേശിച്ച ക്രിസ്തു ഇന്ന് നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് അന്തരീക്ഷത്തെ ശാന്തമാക്കും. അതിനാൽ നിന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം, കുടുംബത്തെ സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ നീ ജീവൻ പ്രാപിക്കണമേ. എന്റെ കുടുംബത്തിന് നിയന്ത്രണം നീ ഏറ്റെടുക്കണമേ. എന്റെ കുടുംബത്തിന് അപ്പനായി നീ വസിക്കണമേ. എന്റെ കുടുംബത്തിന് കർത്താവായി നീ വസിക്കണമേ. എന്റെ കുടുംബത്തിന് സമ്പത്തായി നീ വസിക്കണമേ. എന്റെ കുടുംബത്തിന് അനുഗ്രഹമായി നീ വരണമേ. എന്റെ കോട്ടയായി, എന്റെ രക്ഷയായി അങ്ങ് വസിക്കണമേ. 2 കരങ്ങളും യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി നീട്ടിപ്പിടിക്ക്. കടലിലൂടെ, വെള്ളത്തിന് മുകളിലൂടെ ഓടി വന്ന ക്രിസ്തു അവന് വേണ്ടി ഒരു പുതിയ വഴി തുറന്നു. അതിനു മുമ്പ് വെള്ളത്തിൽ കൂടെ ഒരു വഴിയില്ലായിരുന്നു. മനുഷ്യൻ നടക്കാൻ വേണ്ടി, ശിഷ്യന്മാർക്ക് വേണ്ടി അവനൊരു പുതിയ വഴി തുറന്നു. നിനക്ക് വേണ്ടി ഈ രാത്രിയിൽ നിന്റെ ദൈവമായ കർത്താവ് ഒരു പുതിയ വഴി തുറക്കും. അനുഗ്രഹത്തിന്റെ വഴി, രക്ഷയുടെ വഴി, സൗഖ്യത്തിന്റെ വഴി. 2 കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹരി 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 ഹലാ ലാ 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 ഹലാ ലാ 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 ഹലാ ലാ 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 ലാ. ദൈവം ഈ താതൻ, എൻ്റെ താതൻ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. നമുക്ക് ദൈവ തിരുസന്നിധിയിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ വലിയ ഇരുട്ടിലാണ്. ലോകം മുഴുവൻ ഇരുട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തെ ഇരുട്ട് കീഴടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നിന്റെ വെളിച്ചം, നിന്റെ പ്രകാശം, നമ്മുടെ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ, ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ലക്ഷങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ലോകരാജ്യങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ, എനിക്ക് നിനക്കും വിളിക്കാൻ ഒരു നാമമുണ്ട്. ആ നാമമാണ് യേശു എന്ന നാമം. ആ നാമത്തിൽ നാം സൗഖ്യം പ്രാപിക്കും. ആ നാമത്തിൽ നാം വിജയിക്കും. ആ നാമത്തിന്റെ ശക്തിയാൽ അന്ധകാരങ്ങൾ മാറും. ആ പ്രകാശത്താൽ നമ്മുടെ ജീവിതങ്ങൾ നിറയും. അതിനാൽ പ്രിയമുള്ളവരെ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ
ആ കർത്താവിന്റെ പ്രകാശം കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രകാശം കൊണ്ട് അന്ധകാരത്തെ കീഴടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയൊരു പ്രകാശം കണ്ടു. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയൊരു പ്രകാശം കണ്ടു. ആ പ്രകാശത്തിന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ആ പ്രകാശത്തിന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ. അവിടുത്തെ പ്രകാശം ലോകം മുഴുവൻ കാണട്ടെ, ജനകോടികൾ കാണട്ടെ, ലോകരാജ്യങ്ങൾ കാണട്ടെ, ദേശം മുഴുവൻ കാണട്ടെ. അവിടുത്തെ പ്രകാശത്താൽ ലോകം മുഴുവൻ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന, തകർച്ചകളിലൂടെ കടന്നു പോകുന്ന, വേദനയിലൂടെ കടന്നു പോകുന്ന, നഷ്ടദൈവബോധത്തിലൂടെ കടന്നു പോകുന്ന, നിരാശയിലൂടെ കടന്നു പോകുന്ന ജനലക്ഷങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് വലതുകരം ഈശോയുടെ നേരെ ഒന്ന് സ്നേഹത്തോടെ നെട്ടിപ്പിടിക്കാം. കർത്താവേ, കർത്താവേ, എൻ്റെ ഈ കരങ്ങളിൽ ഒന്ന് പിടിക്കണമേ, ഈ കരങ്ങളിൽ ഒന്ന് പിടിക്കണമേ കർത്താവേ. എൻ്റെ ഈ കരങ്ങളിൽ ഒന്ന് പിടിച്ച് എന്നെ ഒന്ന് സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. ആരാധിക്കാം ഈശോയെ. നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ആരാധന, ആരാധന, സുഖമാക്കണേ ഈശോയെ, സുഖമാക്കണേ, 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 ഈശോയെ സുഖമാക്കണേ, 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 ഈശോയെ സുഖമാക്കണേ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നരുളി ചെയ്ത ഈശോയുടെ സന്നിധിയിലേക്ക് ഈ സമയങ്ങളിൽ നമ്മുടെ ദേശത്തെ വലിയ സ്നേഹത്തോടെ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അവിടുന്ന് ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയങ്ങളിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളിതാ കടന്നു വരുന്നു. ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ രാജ്യത്തെ എല്ലാം ഈ നിമിഷങ്ങളിൽ ഇതാ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് ആശ്രയിക്കുവാനായിട്ട് മറ്റൊരിടമില്ല. ഞങ്ങൾക്ക് അഭയം നൽകുവാൻ വേണ്ടി കർത്താവെ മറ്റാരുമില്ല. ഞങ്ങളെ സുഖപ്പെടുത്തുവാൻ കർത്താവെ അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവെ, അങ്ങയുടെ വചനം ഈ രാത്രിയിൽ ഞങ്ങൾ ഓർക്കുന്നു. രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഓ രക്ഷക, ഓ സൗഖ്യദായകനായ യേശുവേ, ഞങ്ങളിതാ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ അങ്ങയിൽ അഭയം തേടുന്നു. ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന, ഞങ്ങൾക്ക് വിടുതൽ നൽകുന്ന, ഞങ്ങളെ സുഖപ്പെടുത്തുന്ന അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഓ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളെ നമുക്കിപ്പോൾ ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെക്കാം. നമ്മുടെ കുടുംബത്തിലേക്ക് ദിവ്യകാരുണ്യമായി എഴുന്നള്ളി വന്നിരിക്കുന്ന യേശുവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ നമുക്കിപ്പോൾ ചേർത്ത് വെക്കാം. നമ്മുടെ നാടിനെ നമുക്ക് സമർപ്പിക്കാം. ആയിരങ്ങളിൽ നിന്നും പതിനായിരങ്ങളിൽ നിന്നും ഇതാ രോഗികള് വർദ്ധിച്ചു വരുന്നു. ഓരോ ദിവസം ചെല്ലും തോറും നമുക്ക് സമർപ്പിക്കാം കർത്താവിന്റെ പാദാന്തികത്തിൽ. നമ്മുടെ ദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഈ രോഗത്തെ സുഖപ്പെടുത്തുവാൻ, ഈ പകർച്ചവ്യാധിയിൽ നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. അവിടുത്തെ മുൻപില് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവിന്റെ വചനം നമ്മോട് പറയുന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? നമ്മോട് ഈ രാത്രിയിൽ അവിടുന്ന് ചോദിക്കുകയാ,
ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുന്ന് കരുണ കാണിക്കണമേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ കരുണ ഞങ്ങളുടെ ദേശത്തേക്ക് അവിടുന്ന് ഒഴുക്കണമേ, ഞങ്ങളുടെ സംസ്ഥാനത്തേക്ക് അവിടുന്ന് ഒഴുക്കണമേ, ഞങ്ങളുടെ രാജ്യത്തിലേക്ക് അവിടുന്ന് ഒഴുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കരങ്ങള് ഈശോയുടെ സന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ദേശത്തെ സമർപ്പിച്ച്, എല്ലാ രോഗികളെയും സമർപ്പിച്ച്, രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവര്, ആശുപത്രികളിൽ കഴിയുന്നവര്, വീടുകളിൽ കഴിയുന്നവര്, എല്ലാവരെയും സമർപ്പിക്കാം. യേശുവേ, നീ ഒന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഷ്ഠരോഗി വിശ്വാസത്തോടെ കർത്താവിന്റെ മുമ്പിൽ നിന്ന് നിലവിളിച്ചതുപോലെ, ശതാധിപൻ കർത്താവിന്റെ മുമ്പിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതുപോലെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ തിരുമുൻപിലേക്ക് നമ്മുടെ രാജ്യത്തെ നമുക്ക് കൊടുക്കാം. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദിനംപ്രതി രോഗത്തിന്റെ അവസ്ഥകള്, കഠിനമാകുന്ന സാഹചര്യങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഈ രോഗപീഠകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ രാത്രിയിൽ ഓർമ്മിക്കാം. ഒരുപാട് ഡോക്ടേഴ്സ് ഈ നാളുകളിൽ അത്യധ്വാനം ചെയ്യുന്നുണ്ട്. നഴ്സുമാര് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. സ്വന്തം ഭവനത്തെ നോക്കാതെ, സ്വന്തം ജീവനെ നോക്കാതെ, സ്വന്തം സുരക്ഷിതത്വം നോക്കാതെ രോഗികളെ ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവർക്ക് വേണ്ടി നമുക്ക് ഈ രാത്രിയിൽ സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും നമുക്ക് ഓർക്കാം, പൊതുപ്രവർത്തകരെ നമുക്ക് ഓർക്കാം, രാഷ്ട്രീയ അധികാരികളെ നമുക്ക് ഓർക്കാം, ഭരണാധിപന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ തിരുരക്തത്താല് അവരോരോരുത്തരും കഴുകപ്പെടണം. നാം അറിയുന്നുണ്ട്, പല ആരോഗ്യ പ്രവർത്തകരും ഈ നാളുകളിൽ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരികയാണ്. ഡോക്ടർമാരെ ഈ രോഗം പിടികൂടുന്നു. നഴ്സുമാര് പലയിടങ്ങളിലും ഈ രോഗത്തിന് അടിമപ്പെട്ടു പോയിട്ടുണ്ട്. കർത്താവിന്റെ ശക്തമായ കരം, അവിടുത്തെ താങ്ങുന്ന കരം, അവിടുത്തെ സംരക്ഷിക്കുന്ന കരം, അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം ഈ രാത്രിയിൽ നമ്മുടെ ദേശത്തിന്റെ മേൽ ഉയർന്നു നിൽക്കണം. നമ്മുടെ ദേശത്തിന്റെ മേൽ ഉയർന്നു നിൽക്കണം. ഈ മഹാമാരിയിൽ നിന്നും, ഈ പകർച്ചവ്യാധിയിൽ നിന്നും നമ്മുടെ ദേശത്തെ കർത്താവ് വിടുവിക്കണം. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ പൂർണ്ണമായും, നമ്മുടെ രാജ്യത്തെ പൂർണ്ണമായും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, യേശുവേ, അങ്ങ് ഞങ്ങളുടെ രാജ്യത്തിലേക്ക് കടന്നു വരണമേ, അങ്ങ് ഞങ്ങളുടെ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു വരണമേ, അങ്ങ് ഞങ്ങളുടെ ദേശങ്ങളിലേക്ക് കടന്നു വരണമേ, അങ്ങ് ഞങ്ങളുടെ ഓരോ ഹോസ്പിറ്റലുകളിലേക്കും കടന്നു വരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ നമുക്ക് ഈശോയെ ഒന്ന് വിളിക്കാം. വിശ്വാസത്തോടെ നമുക്കൊന്ന് വിളിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവരെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നിരീക്ഷണത്തിലൂടെ കടന്നു പോകുന്നവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. കരം നീട്ടണമേ അങ്ങേ പരിശുദ്ധദാസനാം യേശുവിൻ്റെ നാമത്തിൽ. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, രോഗശാന്തികൾ സംഭവിക്കാൻ ശക്തി അയക്കണമേ. കർത്താവേ, കരം നീട്ടണമേ അങ്ങേ പരിശുദ്ധദാസനാം യേശുവിൻ്റെ നാമത്തിൽ. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, രോഗശാന്തികൾ സംഭവിക്കാൻ ശക്തി അയക്കണമേ. കർത്താവേ, കരം നീട്ടണമേ അങ്ങേ പരിശുദ്ധദാസനാം യേശുവിന്റെ നാമത്തിൽ. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, രോഗശാന്തികൾ സംഭവിക്കാൻ ശക്തി അയക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ കരുണയുടെ കരങ്ങളിലേക്ക് ഏറെ സ്നേഹത്തോടെ ഈ ദേശത്തെ
ലോകത്തെ മുഴുവൻ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗത്തിൻ്റെ കാഠിന്യവും അത് നൽകുന്ന മുന്നറിയിപ്പുമൊക്കെ കർത്താവെ ലോകത്തെ മുഴുവൻ വലിയ അസ്വസ്ഥതയിലേക്ക് നയിക്കുകയും കർത്താവെ ജനം മുഴുവൻ വലിയ ഭയത്തിലും നിരാശയിലുമായി കഴിയുന്ന ഈ കാലഘട്ടങ്ങളിൽ ദൈവമേ, നിന്റെ അനന്തമായ കരുണ ലോകത്തിൻ്റെ മേൽ വർഷിക്കണമേ എന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളോട് ചേർന്ന്, ഷാലുവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ നിലവിളി അവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മേൽ നിന്റെ കാരുണ്യം വർഷിക്കണമേ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, കർത്താവേ, ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ കർത്താവേ, സാമ്പത്തികമായ വലിയ ഞെരുക്കത്തിലൂടെ ആണല്ലോ ലോകം മുഴുവൻ കടന്നു പോവുക. ഈശോയെ, ലോകത്തിൻ്റെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഒക്കെ സാമ്പത്തിക മേഖലകളെ നീ കാരുണ്യത്തോടെ അനുഗ്രഹിക്കണമേ എന്ന് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തികമായ വഴികളെല്ലാം അടഞ്ഞു പോയിരിക്കുന്നല്ലോ. ഈശോയെ, ജോലി നഷ്ടപ്പെട്ട അനേകായിരം മനുഷ്യരുണ്ട്. കർത്താവെ, തൊഴിൽ സ്ഥാപനങ്ങൾ അടഞ്ഞു പോയതുകൊണ്ട് ജോലിക്ക് പോകാൻ കഴിയാത്ത അനേകം മനുഷ്യരെ ഈ സമയം ഞങ്ങൾ വേദനയോടെ ഓർക്കുന്നു. കർത്താവെ, അനുദിനമുള്ള ഭക്ഷണത്തിന് പോലും ദൈവമേ ഇന്ന് വേദനയോടെ മുൻപോട്ട് നീങ്ങുന്ന മക്കളെ, കുടുംബങ്ങളെയൊക്കെ ഈ സമയം ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവെ, പല കുടുംബങ്ങളിലും ദൈവമേ പട്ടിണി പോലും ഉണ്ടല്ലോ. കർത്താവെ, ഈശോയെ, എല്ലാം ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഈ ലോക്ക്ഡൗൺ മൂലം അടഞ്ഞുപോയ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവെ, അനേകായിരം ലക്ഷങ്ങളൊക്കെ മുടക്കി വലിയ ബിസിനസ്സുകളൊക്കെ ആരംഭിച്ച അനേകർ കർത്താവെ ഇന്ന് തുറക്കാൻ കഴിയാതെ വലിയ നഷ്ടത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ്, വലിയ സാമ്പത്തിക ബാധ്യതകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയൊക്കെ ഞങ്ങൾ ഈ സമയം ഓർക്കുകയും കർത്താവെ, അവരെല്ലാം ഈ സമയത്ത് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവെ, ഈശോയെ, അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയുള്ളൂ. കർത്താവെ, അവിടുന്ന് സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്കായി തുറക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ജപ്തി നോട്ടീസ് ലഭിച്ചവര്, ബാങ്ക് ലോണ്, മറ്റ് കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഈ സമയം അങ്ങയുടെ തിരുമുമ്പിൽ കടന്നു വന്നിരിക്കും. ഈശോയെ, കർത്താവെ, ഈ വലിയ ഞെരുക്കത്തിന്റെ കാലഘട്ടങ്ങളിൽ നിന്റെ പരിപാലനയിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കും. കർത്താവെ, അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ കഴിയൂ. ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും ഒരു പ്രസ്ഥാനത്തിനും ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ലല്ലോ. കർത്താവെ, നിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി വേദനയോടെ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കണ്ണുനീരോടെ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഈശോയെ, വലിയ ബാധ്യതയിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെ സമർപ്പിക്കുക. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത കുടുംബങ്ങൾ ഈ നാളുകളിൽ ദൈവമേ വേദനയോടെ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. ഈശോയെ, അവരോട് കരുണ കാണിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണുനീരോടെ കഴിയുന്ന മക്കള്, കർത്താവെ, അവരുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കൊടുക്കാൻ വകയില്ലാത്ത മാതാപിതാക്കന്മാര്, അവരുടെ വേദനകള് ഈ സമയം ഞങ്ങള് സ്വന്തമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. തമ്പുരാനെ, ഈശോയെ, അവരോടെല്ലാം കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തകർന്നു പോയ കൃഷി മേഖലകളൊക്കെ സമർപ്പിക്കുക. കർത്താവെ, ഒന്നിനും വിലയില്ലാത്ത അവസ്ഥകള്, കൃഷിയുടെ നാശങ്ങള്, കർത്താവെ, അതിലൂടെ സമ്പത്തിന്റെ വഴികളെല്ലാം അടഞ്ഞു പോയ നിരവധി കുടുംബങ്ങളുണ്ടല്ലോ. കർത്താവെ, ദൈവമേ, എല്ലാ കുടുംബങ്ങളെ ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃഷിനാശം സംഭവിച്ചവരും കൃഷിയിൽ വരുമാനം ലഭ്യമല്ലാത്തവരുമായി മക്കളെ ഈ സമയം ഓർക്കുന്നു. ബിസിനസ് തകർച്ച മൂലം സാമ്പത്തികമായ വലിയ ബാധ്യതയിലൂടെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. ജോലി നഷ്ടപ്പെട്ടു പോയ എല്ലാ മനുഷ്യരെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, സ്വദേശത്തും വിദേശത്തുമായി ജോലി അന്വേഷിച്ച് കണ്ടെത്തി ഒരു ജോലി ആരംഭിച്ച് സമ്പാദിക്കാൻ ആരംഭിച്ച മക്കള് ഇന്ന് ജോലി നഷ്ടപ്പെട്ടപ്പോൾ കർത്താവെ, ഇവരെല്ലാം നിരാശയുടെ പടുകുഴിയിൽ വീണ് കിടക്കുകയാണ്. കർത്താവെ, അവരെല്ലാം ഈ സമയത്ത് സമർപ്പിക്കുക. ഈശോയെ, അങ്ങ് വാഗ്ദാനം ചെയ്തതുപോലെ അങ്ങ് സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. ദൈവമേ, അവിടുന്ന് സങ്കീർത്തകരിലൂടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളെക്കുറിച്ച് എനിക്ക് ശ്രദ്ധയുണ്ട് എന്ന്, നിങ്ങളെക്കുറിച്ച് എനിക്ക് വിചാരമുണ്ട് എന്ന്, അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ടല്ലോ. ഈശോയെ, വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് കരമുയർത്തുകയാ. ഈശോയെ, ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബങ്ങളോട് കരുണ തോന്നണമേ. നിങ്ങളുടെ സമ്പത്തിന്റെ വഴികളെ, സമ്പത്തിന്റെ ഉറവിടങ്ങളെ ഈശോ ഈ സമയം വീണ്ടും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അനുഗ്രഹത്തിന്റെ കരം ഞങ്ങളുടെ മേൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ കരുണ തോന്നണമേ, യേശുവേ കരുണ തോന്നണമേ. എല്ലാ വ്യക്തികളോടും കരുണ തോന്നണമേ, എല്ലാ കുടുംബങ്ങളോടും കരുണ തോന്നണമേ. ഒരു ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിക്കുന്ന മക്കളുണ്ടല്ലോ ഈ രാത്രിയില്. നിന്റെ മുമ്പിൽ ഒരു അവസാന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവര്, അവരോടെല്ലാം കരുണ കാണിക്കണമേ ഈശോയെ. ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തെ ഉണർത്തണമേ ദൈവം. ഇതും കടന്നു പോകുമെന്ന്, ഇനിയും ഒരു അഭിഷേകത്തിന് നാളുണ്ട് എന്ന്, അനുഗ്രഹത്തിന് നാളുണ്ട് എന്ന് വിശ്വസിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഭാരം വഹിക്കും നോർക്കും അത്താണിയായുള്ളൂനേ കർത്താവേ യേശുനാഥാ. യേശുവേ അധ്വാനിക്കുന്നവർക്കും ഭാരം വഹിക്കും നോർക്കും അത്താണിയായുള്ളൂനേ കർത്താവേ യേശുനാഥാ. കർത്താവേ യേശുനാഥാ. കർത്താവേ യേശുനാഥാ. സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ സർവശക്തനായ ദൈവമേ, ഈ അപകർഷണത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാനാണല്ലോ കടന്നു വന്നിരിക്കുന്നത്. നല്ല തമ്പുരാനെ, ഈ കാലഘട്ടത്തിൽ ദൈവമേ പകർച്ചവ്യാധിയുടെ വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന എല്ലാ രാജ്യങ്ങളെയും ദേശങ്ങളെയും സമയത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ സൃഷ്ട പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ ആധിപത്യത്തിൻ്റെ കീഴാണല്ലോ കർത്താവ്. എല്ലാ രാജ്യങ്ങളുടെ മേൽ നിന്റെ അനുഗ്രഹത്തിൻ്റെ കരമുയർത്തണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോയെ, ഏറ്റവുമേറെ വേദനിക്കുന്ന രാജ്യങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. മരണനിരക്കിൽ രോഗബാധയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അമേരിക്കയെ ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. ഈശോ, രാജ്യത്തിൻ്റെ മേൽ അവിടുന്ന് കരുണ തോന്നണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന ദൈവമേ, അവരുടെ വിശ്വാസത്തെ ദൈവമേ അവിടുന്ന് മാനിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ രാജ്യത്തിൻ്റെ വിശ്വാസത്തെ നീ മാനിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവിടെ വേദനിക്കുന്ന എല്ലാ മക്കളെയും സമയത്ത് സമർപ്പിക്കുക. ആയിരക്കണക്കിന് മനുഷ്യരാണല്ലോ രോഗികളായി കഴിഞ്ഞിട്ടുള്ളത്. ദൈവമേ, നാളുകൾ വേദനയോടെ കഴിയുന്ന ആ മക്കളെയും അവിടെ നടക്കുന്ന എല്ലാ തരത്തിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളെയും സമയത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. ഈശോയെ, ഒപ്പം തന്നെ ഇറ്റലിയെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. 10,000-കണക്കിന് മനുഷ്യർ മരിച്ചുപോയ ആ രാജ്യത്തിൽ കർത്താവെ നിൻ്റെ അനന്തമായ കരുണ വർഷിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവെ, ആ ദേശത്ത് വേദനിക്കുന്ന മക്കളെ മുഴുവൻ ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെല്ലാം ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു ദൈവമേ. പലർക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കർത്താവെ. ഇനി ജീവിക്കുമോ മരിക്കുമോ, എന്ത് സംഭവിക്കും, എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ദൈവമേ പ്രതീക്ഷ നഷ്ടപ്പെട്ട് വേദനിക്കുന്ന ആ രാജ്യത്തെ മുഴുവൻ മക്കളെ നിൻ്റെ കരുണയ്ക്കായി ഞങ്ങൾ തരുന്നു. ഓ നല്ല തമ്പുരാനെ, ഒപ്പം തന്നെ ഈ സമയത്ത് സ്പെയിനെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ്. ഇതുപോലെ തന്നെ അനേകായിരം രോഗികൾ നിറഞ്ഞു നിൽക്കുന്ന ആ രാജ്യത്തിൻ്റെ മേൽ നിൻ്റെ വലിയ കരുണ വർഷിക്കണമേ എന്ന് താഴ്മയോടെ എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ നല്ല തമ്പുരാനെ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല യേശുവേ. അങ്ങയുടെ മുൻപിൽ മുട്ടുമടക്കാത്ത ഒരു ശക്തിയുമില്ലല്ലോ. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലത്തിൻ്റെയും മേൽ അധികാരമുള്ള യേശു, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഈ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ. അങ്ങയുടെ അധികാരമുള്ള നാമത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങയുടെ കരമുയർത്തണമേ എന്ന യാചനയോടുകൂടി ഈ രാജ്യങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തിയിരിക്കുന്ന ദൈവം എല്ലാ രോഗത്തിന്റെ കെട്ടുകളും അഴിഞ്ഞു പോകുവാൻ വേണ്ടി വിശ്വാസത്തോടെ ഞങ്ങൾ കരമുയർത്തുന്നു കർത്താവേ. ഈ സമയത്ത് ദൈവമേ ആ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ തുളയ്ക്കപ്പെട്ട കരം ആ രാജ്യങ്ങളുടെ മേൽ നീ ഉയർത്തണമേ. അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകുന്ന തിരിച്ചോര ആ രാജ്യങ്ങളുടെ മേൽ നീ തളിക്കണമേ. രോഗത്തിന്റെ ആധിപത്യം ആ രാജ്യങ്ങളിൽ നിന്ന് നീ മാറ്റിക്കളയണമേ, നിർവീര്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആധിപത്യം ആ രാജ്യത്തിലേക്ക് കടന്നു ചെല്ലട്ടെ. ആ രാജ്യങ്ങളുടെ മേൽ നിന്റെ കരുണ വർഷിക്കപ്പെടട്ടെ.
ആകട്ടെ. യേശുവേ, വേദനയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്നവരെ സൗഖ്യത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണവക്തത്തിലായിരിക്കുന്ന മക്കളെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, കരുണ തോന്നണമേ. യേശുവേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണ തോന്നണമേ യേശുവേ, കരുണ തോന്നണമേ യേശുവേ. ആ രാജ്യത്തിന്റെ മേൽ, വേദനിക്കുന്ന രോഗികളുടെ മേൽ, വേദനിക്കുന്ന കുടുംബാംഗങ്ങളുടെ മേൽ, തകർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖലയുടെ മേൽ യേശുവേ കരുണ തോന്നണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണ തോന്നണേ നാഥാ, അലിവു തോന്നണേ, അനുഗ്രഹിക്കണേ നാഥ, അനുഗ്രഹിക്കണേ. ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ, ഓ ഈശോയെ, അനുഗ്രഹിക്കണേ നാഥ, അനുഗ്രഹിക്കണേ. കർത്താവേ, ലോകരാജ്യങ്ങളിലൂടെ അവിടുന്ന് യാത്ര ചെയ്യണമേ കർത്താവേ. എല്ലാ രാജ്യങ്ങളുടെയും വേദനയും കണ്ണുനീരും കാണണമേ കർത്താവേ. കർത്താവെ, വേദനിച്ച് കഴിയുന്ന ഫ്രാൻസിനെ അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ വേദന അനുഭവിക്കുന്നവരെയും അവരെ ശുശ്രൂഷിക്കുന്നവരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആ രാജ്യത്തുള്ള ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുള്ള ആ രാജ്യത്തെ അതിന്റെ യോഗ്യതയാൽ തന്നെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജർമ്മനിയിലൂടെ അവിടെ നിന്ന് യാത്ര ചെയ്യണമേ കർത്താവെ. അവിടുത്തെ ഹോസ്പിറ്റലുകളിലൂടെ, അവിടുത്തെ സ്ഥലങ്ങളിലൂടെ അവിടെ നിന്ന് യാത്ര ചെയ്യണമേ. ആ രാജ്യത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ രാജ്യത്തെ രോഗത്തിന് പിടിയിൽ നിന്ന് അവിടുന്ന് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദന അനുഭവിക്കുന്നവരെ, ദുരിതം അനുഭവിക്കുന്നവരെ, രോഗികളെ ശുശ്രൂഷിക്കുന്നവരെ എല്ലാം കർത്താവെ അങ്ങ് സന്ദർശിക്കണമേ. കർത്താവെ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ UK ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിന്റെ ശക്തി ആ രാജ്യത്തിന്റെ മേൽ പ്രകടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ രാജ്യത്തിൽ നിന്ന് യേശു നാമത്തിൽ രോഗപീഠകൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സമർപ്പിക്കുന്നു, രോഗികളെ ശുശ്രൂഷിക്കുന്നവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ എല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ ശക്തി അയച്ച്, അവിടുത്തെ വചനത്തെ അയച്ച് ഈ രാജ്യങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, 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 ഈശോ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ, കരുണ തോന്നണമേ. ഈശോയെ, കരുണ തോന്നണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കരുണ തോന്നണമേ. ഈശോയെ, ഈശോയെ, ഈശോയെ. നാഥാ, ദിവ്യഭിഷഗ്വരനേ, നരനിഹ ശരണം നീയല്ലോ. നാശം വന്നു ഭവിക്കായവാൻ കരുണയുടെ ഔഷധമേകണമേ. നാഥാ, ദിവ്യഭിഷഗ്വരനേ, നരനിഹ ശരണം നീയല്ലോ. നാശം വന്നു ഭവിക്കായവാൻ കരുണയുടെ ഔഷധമേകണമേ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും എന്നരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവമേ, വീണ്ടും ഞങ്ങൾ എല്ലാ ഭൂഖണ്ഡങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവെ, ചൈനയ്ക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടെയുള്ള എല്ലാ രോഗികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മരണമടഞ്ഞ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവെ, അതോടൊപ്പം എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓ ദൈവമേ, എത്രയോ രോഗികളാണ് ഇപ്പോഴവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവെ, മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ജോലി ചെയ്യുവാൻ വേണ്ടി അവിടെ പോയി താമസിച്ച് ജോലി ചെയ്യുന്നവര്, സ്വന്തം രാജ്യത്തേക്ക് ഇപ്പോൾ മടങ്ങാൻ കഴിയാതെ കർത്താവയോട് കുടുങ്ങിക്കിടക്കുന്നവര്, ഓ ദൈവമേ, അവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ എത്രയോ പ്രിയപ്പെട്ട സഹോദരങ്ങള് ആ രാജ്യങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, അവിടെ താമസിക്കുന്നുണ്ട്. കർത്താവെ, കുവൈറ്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. UAE സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗദി അറേബ്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ രാത്രിയിൽ എല്ലാ രാജ്യങ്ങളിലേക്കും അവിടുന്ന് കടന്നു വരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, അവിടുന്ന് രക്ഷകനായി കടന്നു വരണമേ കർത്താവേ. എല്ലാ പ്രവാസികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോയെ, അവിടുന്ന് ഇടപെടണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഒറ്റ വാക്കരുളി ചെയ്താൽ മതിയല്ലോ കർത്താവേ, സുഖം പ്രാപിക്കുമല്ലോ.
ഈശോയെ അങ്ങയുടെ അത്ഭുതകരമായ ശക്തി അവിടുന്ന് ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭരണ സംവിധാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരോഗ്യ പ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. രക്ഷിക്കണേ രക്ഷക രക്ഷിക്കണേ രക്ഷക രക്ഷിക്കണേ രക്ഷക രക്ഷിക്കണേ രക്ഷക രക്ഷിക്കണേ രക്ഷക രക്ഷിക്കണേ രക്ഷക രക്ഷിക്കണേ രക്ഷകനായി കടന്നു വരണമേ. രക്ഷക രക്ഷിക്കണേ ഹല്ലേലൂയ, ഹല്ലേലൂയ, രക്ഷക ഹല്ലേലൂയ. രക്ഷിക്കണേ രക്ഷക രക്ഷിക്കണേ. കർത്താവേ, അങ്ങയുടെ മൗതിക ശരീരമായ തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുസഭയുടെ ശിരസ് അവിടെ നിന്നാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, തിരുസഭ അവിടുത്തെ മൗതിക ശരീരമാണല്ലോ. കർത്താവേ, അങ്ങയുടെ മൗതിക ശരീരത്തെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ അവിടുന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പായെ ബലപ്പെടുത്തണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ ശക്തി മാർപ്പാപ്പയുടെ മേൽ അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർദിനാൾമാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ പിതാക്കന്മാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ വൈദികരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ സന്യസ്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ ദേവാലയങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, തിരുസഭയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ മേൽ പുതിയ പെന്തക്കോസ്തെ അയക്കണമേ കർത്താവേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് തിരുസഭയെ അവിടുന്ന് വീണ്ടും ഉണർത്തണമേ. തിരുസഭ ലോകത്തിന് അനുഗ്രഹമായി തീരട്ടെ. തിരുസഭ ലോകത്തിന് മേൽ വീണ്ടും ശിരസ് ഉയർത്തി നിൽക്കട്ടെ. തിരുസഭ ദൈവമേ അവിടുത്തെ ശക്തിയാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കളങ്കങ്ങളും നീങ്ങിപ്പോകട്ടെ. എല്ലാ വൈകല്യങ്ങളും നീങ്ങിപ്പോകട്ടെ. എല്ലാ കുറവുകളും നീങ്ങിപ്പോകട്ടെ. തിരുസഭ വീണ്ടും ശക്തി പ്രാപിക്കട്ടെ. തിരുസഭ ലോകത്തിന് അനുഗ്രഹമായി മാറട്ടെ. കത്തോലിക്ക തിരുസഭ ജനകോടികൾക്ക് അനുഗ്രഹമായി മാറട്ടെ. തിരുസഭയുടെ മേൽ കർത്താവേ അവിടുത്തെ ആധിപത്യം കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുത്തെ സർവ്വാധിപത്യത്തിന് മുമ്പിൽ തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തി തിരുസഭയുടെ മേൽ ഇറങ്ങട്ടെ. എല്ലാ പിതാക്കന്മാരുടെ മേലും ആത്മാവിന് ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ അന്ധകാരങ്ങളും നീങ്ങിപ്പോകട്ടെ. എല്ലാ തകർച്ചകളും നീങ്ങിപ്പോകട്ടെ. എല്ലാ കുറവുകളും നീങ്ങിപ്പോകട്ടെ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആഗതമാകട്ടെ വേഗം പുതിയ പന്തക്കുസ്ത. ഒരുമിച്ച് പാടാം. ആഗതമാകട്ടെ വേഗം പുതിയ പന്തക്കുസ്ത. ആഗതമാകട്ടെ വേഗം പുതിയ പന്തക്കുസ്ത. ആഗതമാകട്ടെ വേഗം പുതിയ പന്തക്കുസ്ത. കർത്താവേ, രാത്രിയിൽ ഷാലോം ടിവിയുടെ മുമ്പിലിരുന്ന് അങ്ങേ ആരാധിക്കുന്ന, നൈറ്റ് വിജിലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശിരസിന്മേൽ കർത്താവെ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് അവിടുന്ന് ഈ രാത്രിയിൽ കടന്നു ചെല്ലണമേ. കർത്താവെ, അവിടുത്തെ വിരലുകളാൽ, കൈകളാൽ അവരുടെ കണ്ണുനീർ തുടയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന കർത്താവെ അങ്ങ് സ്വീകരിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ കാണണമേ കർത്താവെ. അവരുടെ സ്വപ്നങ്ങൾ അവിടുന്ന് പരിഗണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിലവിളി കേൾക്കണമേ. അവിടെ എല്ലാ ദുഃഖപീഠയിലേക്കും ഈ രാത്രി ഇറങ്ങി വരണമേ. അവിടെ കണ്ണുനീരിന്റെ കാരണങ്ങളിലേക്ക് അവിടെ ഇറങ്ങി വരണമേ കർത്താവെ.
നിന്റെ മക്കളെ അവിടുന്ന് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നിന്ന് ശക്തി പുറപ്പെട്ട് അനേകർ ഈ രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ. അതിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകർ ഈ രാത്രിയിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശാലോന്റിയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സർവ്വരോഗികളും യേശു നാമത്തിൽ ഈ രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ. രോഗപീഠകൾ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. തിന്മയുടെ കെണികൾ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. സാമ്പത്തികമായ തകർച്ചകൾ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. അനുഗ്രഹത്തിന്റെ പുതിയ വഴികൾ യേശു നാമത്തിൽ ഈ രാത്രിയിൽ മക്കൾക്കായി തുറക്കപ്പെടട്ടെ. പഠന മേഖല യേശു നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതം യേശു നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദാമ്പത്യ ബന്ധങ്ങൾ യേശു നാമത്തിൽ അനുഗ്രഹമായി തീരട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ യുവജനങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങൾ കുടുംബത്തിനും സഭയ്ക്കെല്ലാം അനുഗ്രഹമായി ഉയരട്ടെ. യേശു നാമത്തിൽ യുവജനങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. യേശു നാമത്തിൽ യുവാക്കൾ അനുഗ്രഹമായി തീരട്ടെ. കർത്താവായ യേശു നാമത്തിൽ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വൃദ്ധരായ മാതാപിതാക്കൾ യേശു നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതം നയിക്കുന്നവർ യേശു നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ഭവനങ്ങളും യേശു നാമത്തിൽ ഈ രാത്രി അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തിക മേഖല കർത്താവായ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കരങ്ങൾ രണ്ടും ഉയർത്താം. കർത്താവ് ആശീർവദിക്കുമ്പോൾ, കർത്താവ് ആശീർവദിക്കാൻ കടന്നു വരുന്നു. ആശീർവദിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ ആശീർവദിക്കും, നമ്മുടെ ജീവിതങ്ങളെ ആശീർവദിക്കും, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ അവിടുന്ന് ആശീർവദിക്കും. ആദരവോടെ കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ നിത്യമഹോന്നതപ്പം നീ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ നിത്യമഹോന്നതപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ 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 Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. പരിശുദ്ധ പരമദിവികാരണീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവികാരണീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവികാരണീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങളിൽ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുകയാണ്. സൗഖ്യദായകമായ ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം അനുഗ്രഹിച്ചുയർത്തും. നമുക്ക് കുർബാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാം.